നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. സന്തോഷ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സന്തോഷ്, പത്തനംതിട്ടയിൽ താരതമ്യേന കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമുള്ള സ്ഥാനാർത്ഥികളെ മറ്റും പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അവരുടെ ആത്മവിശ്വാസം വോട്ടെടുപ്പിന് ശേഷവും അതുപോലെ നിലനിൽക്കുന്നുണ്ടോ? ഫിജി പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ 63.35% വോട്ട് മാത്രമാണ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെ നമ്മൾ ആന്റോ ആന്റണിയെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയെ നേരിട്ട് കണ്ടിരുന്നു. ആന്റോ ആന്റണിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഇതിനു മുമ്പത്തെ ഇലക്ഷനിലും 2019 ഇലക്ഷനിലാണ് 74.24% രേഖപ്പെടുത്തിയത്. അതിന് തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ ഇത്രയും തന്നെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 65% മാത്രം വോട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. അന്ന് തെരഞ്ഞെടുപ്പിൽ ഇതിൽ കൂടുതൽ കഴിഞ്ഞ 2019 കൂടുതൽ ഭൂരിപക്ഷമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് LDFനെയും BJPയെയും അല്ലെ NDAയും മാത്രമാണ് ബാധിക്കുക. തന്നെ ഒരു കാരണവശാലും ബാധിക്കില്ല. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള നിലയിലാണ് ആന്റോ ആന്റണി പ്രതികരിച്ചത്. അനിൽ ആന്റണി ആവട്ടെ വളരെ തികഞ്ഞ ഒരു പ്രതീക്ഷയിലാണ്. നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ പത്തനംതിട്ടയിൽ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള നിലയിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടും. ഈ മണ്ഡലത്തിൽ നിന്ന് പുതുതായി ഒരു ചരിത്രം കുറിച്ചുകൊണ്ട് NDA മുന്നണിയിലേക്ക് ഇത് മാറ്റപ്പെടും. ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം മാറും എന്നുള്ള നിലയിലുള്ള പ്രതികരണം നടത്തി. ഡോക്ടർ തോമസ് ഐസക്കിനെ കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ നമുക്കറിയാം ഒരു ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വവും തെരഞ്ഞെടുപ്പുമായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. ഇന്നലെ 7ഓളം കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയ ജില്ല കൂടിയാണ്, പാർലമെന്റ് മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. അതുപോലെ തന്നെ വോട്ട് മാറിവീഴൽ പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെയൊക്കെയും വലിയ വാക്കേറ്റങ്ങളും വാഗ്വാദങ്ങളും ഉണ്ടായി. രാത്രി 8 മണി വരെ മണ്ഡലത്തിൽ പലയിടങ്ങളിലും വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടായി. സ്ഥാനാർത്ഥികൾ തമ്മിലും അതുപോലെ തന്നെ മുന്നണികൾ തമ്മിലും ഏറെ വാഗ്വാദങ്ങളും ആരോപണങ്ങളും കോഴ ആരോപണങ്ങളും ഒക്കെ ഉണ്ടായ തിരഞ്ഞെടുപ്പാണ്. തോമസ് ഐസക്കിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ താക്കീത് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ നിലയിൽ ഉള്ള എല്ലാ വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും ഉയർന്ന തരത്തിൽ ഏറ്റവും ആവേശം ഉള്ള തരത്തിൽ ഒരു കൊട്ടിക്കലാശം അടക്കം നടന്നു. പക്ഷേ ആ കൊട്ടിക്കലാശം അടക്കം നടന്നെങ്കിലും ബൂത്തിലേക്ക് ആ നിലയിൽ അണികളെ പ്രവർത്തകരെയും അല്ലെങ്കിൽ വോട്ടർമാരെ എത്തിക്കുന്നതിൽ മുന്നണികൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം 2019 അപേക്ഷിച്ച് വോട്ടിംഗ് നില കുറഞ്ഞിരിക്കുന്നു. എന്നാൽ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും അടൂരും തിരുവല്ലയും ഒക്കെ കാര്യമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്, വോട്ടിംഗ് ശതമാനം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ആറന്മുള, റാന്നി, കോന്നി തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കാര്യമായ വോട്ടിംഗ് ശതമാനം ഉയർത്താൻ കഴിഞ്ഞില്ല. അതാണ് മൊത്തത്തിലുള്ള ഈ വോട്ടിംഗ് ശതമാനത്തിന്റെ കുറവ് വന്നത്. എന്തായാലും പത്തനംതിട്ടയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പിന്നിൽ ഉള്ള വോട്ടിംഗ് ശതമാനത്തിൽ ഏറ്റവും പിന്നിലുള്ള ജില്ലകളിൽ ഒന്ന്, മണ്ഡലങ്ങളിൽ ഒന്ന്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ UDF തെരഞ്ഞെടുക്കപ്പെട്ടാലും അതല്ല ഇനി മറ്റേതെങ്കിലും മുന്നണി തെരഞ്ഞെടുക്കപ്പെട്ടാലും അതൊരു ചരിത്രം തന്നെയാണ്. കാരണം നാലാമത്തെ ടേമാണ് UDFന്റെ സ്ഥാനാർത്ഥി ആന്റോ ആന്റണി ഈ മണ്ഡലത്തെ പ്രതികരിച്ച് മത്സരിക്കുന്നത്. കഴിഞ്ഞ 3 തവണയും അദ്ദേഹത്തിനായിരുന്നു വിജയം. 4ാമത്തെ ഒരു വിജയം കൂടി അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഒരു മുന്നണിക്കും വിട്ടുകൊടുക്കാതെ തന്റെ ആധിപത്യം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതല്ല മറ്റേതെങ്കിലും മുന്നണി NDAയോ അതല്ലെങ്കിൽ LDF മുന്നണിയോ ഈ മണ്ഡലം പിടിച്ചെടുത്താൽ ആന്റോ ആന്റണിയുടെ കയ്യിൽ നിന്നും ഈ മണ്ഡലം പിടിച്ചെടുത്ത് MP സ്ഥാനം പിടിച്ചെടുക്കുന്ന ഒരു മുന്നണിയായി അത് മാറും. എന്തായാലും ചരിത്രമാണ്. എന്തായാലും പത്തനംതിട്ടയിലെ നിലവിലെ സ്ഥിതി വെച്ച് പരിശോധിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം കുറവാണെങ്കിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം വാനോളമാണ്. ശരി, സന്തോഷ് പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.